വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ ദിസ് ഈസ് മൈ ടൗൺ എന്ന ഇംഗ്ലീഷ് പോയമാണ്. നമുക്ക് ആ പോയത്തിലേക്കൊന്ന് പോകാം. ദിസ് ഈസ് മൈ ടൗൺ, ഇതെൻ്റെ പട്ടണമാകുന്നു. ഇൻ മൈ ടൗൺ, എൻ്റെ പട്ടണത്തിൽ ദെയർ ആർ സ്ട്രീറ്റ്സ്, തെരുവുകളുണ്ട്. ഇൻ മൈ ടൗൺ ദെയർ ആർ സ്ട്രീറ്റ്സ്, എൻ്റെ പട്ടണത്തിൽ തെരുവുകളുണ്ട്. ഇൻ മൈ സ്ട്രീറ്റ് there are houses, എൻ്റെ തെരുവിൽ there are houses, വീടുകളുണ്ട്. in my house, എൻ്റെ വീട്ടിൽ there are rooms, എൻ്റെ വീട്ടിൽ റൂമുകളുണ്ട്. in my room there is a bed, എൻ്റെ റൂമിൽ ഒരു കിടക്കയുണ്ട്. on the bed there is a basket, കിടക്കയ്ക്ക് മുകളിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ഒരു കുട്ടയുണ്ട്. in the basket there are some flowers, ആ കുട്ടയ്ക്കുള്ളിൽ പൂക്കളുണ്ട്. there are some flowers, കുറച്ച് പൂക്കളുണ്ട്. flowers in a basket, പൂക്കൾ എവിടെയാണ്? ബാസ്ക്കറ്റിനുള്ളിൽ. bed in the room, റൂമിലാണ് ബെഡ്, കിടക്ക. room in the house, റൂം വീടിലാണ്. room in the house, റൂം വീട്ടിനുള്ളിലാണ്. house in the street, വീട് തെരുവിലാണ്. street in the town, തെരുവ് പട്ടണത്തിലാണ്. ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകൾ. ട്രെയിൻ, TRAIN, ട്രെയിൻ. TOWN, ടൗൺ, TOWN, ടൗൺ. STREET, സ്ട്രീറ്റ്. STREET, സ്ട്രീറ്റ്. HOUSE, ഹൗസ്. HOUSE, ഹൗസ്. FLOWER, flower. BASKET, baskets. Let us speak. What do you see in the picture? എന്താണ് നിങ്ങൾ പടത്തിൽ കണ്ടത്? I see a town in the picture. അതാണ് ആൻസർ. I see a town in the picture. What is the name of your town or city? നിങ്ങളുടെ ടൗണിൻ്റെയോ സിറ്റിയുടെ പേരെന്താണ്? ഉത്തരം ഇങ്ങനെ പറയാം. The name of my city is എന്ന് പറഞ്ഞ ശേഷം നിങ്ങളുടെ ടൗണിൻ്റെ പേര് പറയുകയാണ് വേണ്ടത്. നിങ്ങളുടെ സിറ്റിയുടെ പേര് പറയുകയാണ് വേണ്ടത്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സിറ്റി കോട്ടയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, The name of my city is കോട്ടയം. What is the name of your street? ഇവിടെ നിങ്ങളുടെ സ്ട്രീറ്റിൻ്റെ പേരാണ് പറയേണ്ടത്. The name of my street is ഡാഷ്. ആ ഡാഷ് എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ സ്ട്രീറ്റിൻ്റെ പേര് പറയുകയാണ് വേണ്ടത് കേട്ടോ. ലെറ്റ് us റൈറ്റ്, നമുക്ക് എഴുതാം. ഫോം വേർഡ്സ് വിത്ത് ദ സെറ്റ്സ് ഓഫ് ലെറ്റേഴ്സ് ഗിവൺ ഇൻ ദ സർക്കിൾസ്. ഫോം വേർഡ്സ്, വാക്കുകൾ ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ്? വിത്ത് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഗിവൺ ഇൻ ദ സർക്കിൾസ്, സർക്കിൾസിൽ തന്നിരിക്കുന്ന ലെറ്റർ ഉപയോഗിച്ച് നിങ്ങൾ വാക്കുണ്ടാക്കണം. ദെൻ ഫ്രെയിം എ സെൻറ്റൻസ് യൂസിങ് ദാറ്റ് വേർഡ്, ആ വാക്ക് ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കണം. ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. EBD, അത് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പം വേർഡ് ഉണ്ടാക്കുമ്പോൾ ബെഡ് എന്ന് കൊടുക്കാം, BED, ബെഡ്. അതിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം അല്ലേ. ദിസ് ബെഡ് ഈസ് ഗ്രീൻ ഇൻ കളർ എന്ന് പറഞ്ഞാൽ ദിസ് ബെഡ് ഈസ് ഗ്രീൻ ഇൻ കളർ, ഈ ബെഡിന് പച്ച നിറമാണ്. അടുത്ത സർക്കിൾ ചെയ്യുന്നതാണ്, അടുത്ത സർക്കിളിൽ കാണുന്ന ലെറ്റേഴ്സ് MORO ആണ്. അപ്പോൾ നമുക്ക് ROOM എന്ന് എഴുതാം. ROOM, റൂം, അതാണ് വേർഡ്. ആ വേർഡ് കൊണ്ട് നമ്മളൊരു സെൻറ്റൻസ് എഴുതാം. ദിസ് റൂം ഈസ് വെരി നീറ്റ് ആൻഡ് ടൈഡി. ദിസ് റൂം ഈസ് വെരി നീറ്റ് ആൻഡ് ടൈഡി എന്ന് എഴുതാം. അല്ലേ, ദിസ് റൂം ഈസ് വെരി നീറ്റ് എന്നെങ്കിലും എഴുതാമല്ലോ. ദിസ് റൂം ഈസ് വെരി നീറ്റ്. അടുത്തത് WOTN എന്നാണ് ലെറ്ററുകൾ. നമുക്കതിനെ TOWN എന്നാക്കാം. TOWN, ടൗൺ. അത് സെൻറ്റൻസ് ആക്കുമ്പം ദിസ് ടൗൺ ഈസ് ബിസി എന്ന് എഴുതാം. ദിസ് ടൗൺ ഈസ് ബിസി. അല്ലെങ്കിലോ പീപ്പിൾ ആർ ഗോയിങ് ടു ടൗൺ എന്ന് എഴുതാം. പീപ്പിൾ ആർ ഗോയിങ് ടു ദ ടൗൺ എന്ന് എഴുതാം. റൈറ്റ് യുവർ ഹോം അഡ്രസ്, നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് എഴുതണം. ആദ്യം കൊടുക്കുന്ന നെയിം ബാർ ഹൗസ് നമ്പർ, വീടിൻ്റെ പേര്, വീട്ടുപേര് എഴുതണം. അല്ലെങ്കിൽ വീടിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് വീട്ടുപേര് എഴുതാം.
അപ്പം നെയിം ഹൗസ് നമ്പർ എന്നെഴുതിയതിൻ്റെ നേരെ നെയിം ഓഫ് ദ ഹൗസ് എഴുതാം, വീടിൻ്റെ പേരെഴുതാം. അതിന് തൊട്ട് താഴെ നെയിം ഓഫ് ദ സ്ട്രീറ്റ് എഴുതാം, നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ നടന്നു വരുന്ന തെരുവ് എന്നിട്ട് അത് എഴുതാം. അടുത്തത് നിങ്ങളുടെ ഏരിയ എഴുതണം, അതിൻ്റെ താഴെ നിങ്ങളുടെ ടൗൺ എഴുതണം, അതിന് താഴെ നിങ്ങളുടെ സ്റ്റേറ്റ് എഴുതണം, അതിന് താഴെ നിങ്ങളുടെ കൺട്രി എഴുതണം. മനസ്സിലായില്ലേ? ദെൻ അടുത്തത് ലെറ്റസ് ലിസൺ, നമുക്ക് കേൾക്കാം. ലിസൺ ടു യുവർ ടീച്ചർ, ടീച്ചർ പറയുന്നത് കേൾക്കുക. യുവർ ടീച്ചർ വിൽ സേ വൺ വേർഡ് ഫ്രം ഈച്ച് കോളം, ഓരോ കോളത്തിൽ നിന്നും ഓരോ വേർഡ് പറയും. എൻസർക്കിൾ ദ വേർഡ്സ് യു ഹിയർ ഇൻ ഈച്ച് റോ. അപ്പോൾ ടീച്ചർ പറയുന്നത് കേട്ടിട്ട് അവർ പറയുന്ന വാക്ക് ഏതാണെന്ന് വെച്ചാൽ അതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കണം. എൻസർക്കിൾ ഇറ്റ്, അതിൻ്റെ ചുറ്റും പേന കൊണ്ടൊരു വട്ടം വരയ്ക്കണം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് റീഡ് ദ പോയം അഗെയിൻ, വീണ്ടും പോയം വായിക്കുക. കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് യു സീ ലെറ്റർ ഇ ഇൻ ഇറ്റ്, അതിലെത്ര പ്രാവശ്യം ഇ വരുന്നുണ്ടെന്ന് നോക്കണം. റൈറ്റ് ദ നമ്പർ ഹിയർ, അവിടെ എത്രയാണെന്ന് വെച്ചാൽ എഴുതണം. അപ്പോൾ നിങ്ങൾ ആ പോയം ഒന്ന് വായിച്ചേ. പോയം വായിച്ചിട്ട് അതിൽ ഓരോ ലൈനിലും ഓരോന്ന് വീതമോ 2 വീതമൊക്കെ ഇ വരുന്നുണ്ട്, അതാകെ കൂട്ടണം. കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇ എത്രമാത്രം ഇ ഉണ്ടെന്നറിയും. അപ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നത് 46 46 ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം 46 എന്നാണ്. നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. നെക്സ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് യു സീ ലെറ്റർ യു ഇൻ ഇറ്റ്, അതിൽ എത്ര യു കാണാമെന്നുണ്ടെന്ന് നോക്കണം. യു നിങ്ങൾ എണ്ണി നോക്കി എഴുതണം കേട്ടോ. അടുത്തത് വിച്ച് ലെറ്റർ ഡു യു സീ മോർ നമ്പർ ഓഫ് ടൈംസ്, ഏത് ലെറ്ററാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ പോയത്തിൽ ഉപയോഗിക്കുന്നത്, അത് നിങ്ങൾ നോക്കി വായിച്ച് നോക്കിയിട്ട് എഴുതണം. അടുത്തത് ലുക്ക് അറ്റ് ദ 2 പിക്ചേഴ്സ് ഗിവൺ ബിലോ, താഴെ തന്നിരിക്കുന്ന 2 പടങ്ങൾ നോക്കുക. ക്യാൻ യു സ്പോട്ട് ദ ഡിഫറൻസസ്, നിങ്ങൾക്ക് അവയുടെ വ്യത്യാസം അറിയാൻ കഴിയുമോ? ദെൻ നോക്കാം. ഒന്നാമത്തെ പടത്തിൽ കർട്ടൻ കണ്ടോ, കർട്ടൻ അടച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ പടത്തിൽ കർട്ടൻ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഡിഫറൻസായി. ഒന്നാമത്തെ പടത്തിൽ ബെഡിൽ പില്ലോ ഉണ്ട്, രണ്ടാമത്തെ ബെഡിൽ പില്ലോ ഇല്ല. അത് രണ്ടാമത്തെ ഡിഫറൻസാണ്. മൂന്നാമത്തെ ഡിഫറൻസ്, ഒന്നാമത്തെ കതകിൻ്റെ ലോക്കും രണ്ടാമത്തെ കതകിൻ്റെ ലോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ, അല്ലെ കണ്ടുപിടിച്ച് പറയണം. ലെറ്റസ് ഡ്രോ, നമുക്ക് ഒന്ന് വരയ്ക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ, ആഡ് വാട്ട് എവർ യു തിങ്ക് ഈസ് നീഡഡ് ടു കംപ്ലീറ്റ് ഇറ്റ്. ഈ ചിത്രത്തിൽ നോക്കുക, ഇവിടെ എന്തെല്ലാം കുറവുണ്ടോ അത് നിങ്ങൾ വരച്ച് ചേർക്കണം. ലുക്ക് അറ്റ് ദ പിക്ചർ, ആഡ് വാട്ട് എവർ യു തിങ്ക് ഈസ് നീഡഡ്, എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ വരച്ച് ചേർക്കണം. ടു കംപ്ലീറ്റ് ഇറ്റ്, അത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കുറവ് കാണുന്നുണ്ട്? ഒരു മരത്തിൻ്റെ കുറവ്, 1-2 മരങ്ങൾ വരയ്ക്കാം. വേണേൽ ഒരു ഹില്ല് വരയ്ക്കാം, ഒരു കുന്നുംപുറം, ഒരു മല വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇനി നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വരച്ച് ചേർക്കാം നിങ്ങൾ കേട്ടോ. ലെറ്റസ് സ്പീക്ക്, നമുക്കൊന്ന് സംസാരിക്കാം. ലിസൺ ടു ദ വേർഡ്സ് ദാറ്റ് യുവർ ടീച്ചർ വിൽ റീഡ് ഔട്ട്, നിങ്ങൾ ടീച്ചർ വായിക്കുന്ന വേർഡ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പോയിൻ്റ് ടു ദ ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ വേർഡ്, ആ വേർഡ് അതെന്ന് കേട്ടിട്ട് അത് ചൂണ്ടിക്കാണിക്കണം. പോയിൻ്റ് ടു ദ ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ വേർഡ് ഷർട്ട്, ഷെൽ, ഷൂ. അടുത്തത് ലെറ്റസ് റൈറ്റ്, നമുക്ക് എഴുതാം. റൈറ്റ് എസ് എച്ച് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇവിടെ തന്നിരിക്കുന്ന വാക്കിൽ ഫിൽ ഇൻ ബ്ലാങ്ക്സ് ഉണ്ട്, എസ് എച്ച് ചേർത്തത് പൂരിപ്പിക്കണം. റീഡ് ദ സെൻറ്റൻസ് അലൗഡ്, സെൻറ്റൻസ് ഒച്ചത്തി വായിക്കണേ, എന്നിട്ട് നിങ്ങളുടെ വിട്ടുപോയിരിക്കുന്ന എസ് എച്ച് എന്നുള്ളതൊക്കെ പൂരിപ്പിച്ച് വെക്കണം, ചേർത്ത് എഴുതണം. ദി സൺ ഈസ് ഷൈനിങ് ടുഡേ എന്നാ, അപ്പോൾ SHINING ഷൈനിങ്, എസ് എച്ച് നിങ്ങൾ ചേർക്കണം. ദ സൺ ഈസ് ഷൈനിങ് ടുഡേ, ഇന്ന് സൂര്യൻ പ്രകാശിക്കുന്നു. ഐ ആം വെയറിങ് ടീ ഷർട്ട് ആൻഡ് ഷോർട്ട്സ്, ഐ ആം വെയറിങ് ടീ ഷർട്ട് ആൻഡ് ഷോർട്ട്സ്, SHORTS ഷോർട്ട്സ്. My father is wearing a new shirt, SHIRT shirt. My grandmother is holding a shawl. എൻ്റെ ഗ്രാൻഡ്മദർ ഒരു ഷോൾ എടുക്കുന്നുണ്ട്, എ ഷോൾ. മൈ അങ്കിൾ ഈസ് പോളിഷിങ് ഹിസ് ഷൂസ്, അങ്കിളാണെങ്കിൽ ഷൂസ് പോളിഷ് ചെയ്യുന്നു. അതിൽ സെൻറ്റൻസ് വേർഡ് എന്തൊക്കെയാണ്? SHINING ഷൈനിങ്, SHORTS ഷോർട്ട്സ്, SHIRT ഷർട്ട്,
SHAWL ഷോൾ, SHOES ഷൂസ്. ആ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഷ് എന്ന ശബ്ദം ഉണ്ടാകണമെങ്കിൽ SH എന്നീ അക്ഷരങ്ങൾ ചേർത്ത് എഴുതിയിരിക്കണം എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.